ഹലോ മക്കളെ, നമ്മളിപ്പം ദാസൻ ഇരിപ്പുണ്ട്. ദാസൻ മലേഷ്യയിൽ നിന്ന് വന്നതാണ് ഗൈസ്. 3 ദിവസമായിട്ടുള്ളൂ എത്തിയിട്ട്. അപ്പോൾ മലേഷ്യയിൽ എത്ര മാസമായി പോയിട്ട്? 5 മാസം. 5 മാസം മലേഷ്യ പോയിട്ട് സെറ്റാക്കിയിട്ട് വരികയാണ്. വേറെ എടുത്തിട്ടുണ്ട് ഇവിടെ മുടി വെട്ടുക. ഗൈസ്, ദിസ് ഈസ് റോജസ്. ജനങ്ങളെ ബായൊക്കെ ഉണ്ട്. ബായൊക്കെ ഫുൾ വൈബോടെയാണ് ഇവിടെ വെട്ടുന്നത്. എന്തുവാടേ മീശ മാത്രം മച്ചു. ഇത് മറ്റേ ആ പീഡന കേസിൽ പിടിച്ച ചങ്ങായില്ലേ, അവരെ പോലെ ഉണ്ട്. ഓ ഗൈസ്, അപ്പോൾ ഇവിടെ എൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് ബായ് ഇവിടെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബായ് മേരാ വീഡിയോ കേസാ ഹൈ? ഇതേതാ കട്ട് റോയ്സേ? ബസ് കട്ട്. ബസ്സാ? ഗൈസ്, അപ്പോൾ ഇവിടുന്ന് മുടി വെട്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. രാജപ്പൻ്റെ ഡ്യൂക്കിന് ചെറിയ പണിയുണ്ട്. രാജപ്പൻ്റെ ഡ്യൂക്കിന് എന്താ ടാങ്കിലെന്താ നമ്മൾ പറയാൻ പാടില്ല. എന്താ സീനാണോ? ടാങ്കിൽ ഓട്ട. ഗൈസ്, എൻ്റെ മീശയും താടി പഠിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കുരു വന്നിട്ടുണ്ട് നോക്ക്. ഭായി, വീട് എവിടെയാ? വീട് ഗർ തുമാര ഗർ കാ ഹൈ? ഇവര് ഉത്തരാഖണ്ഡിൽ നിന്ന് ഇവിടെ വന്നിട്ട് സെറ്റായിക്കൊണ്ടിരിക്ക. ഗൈസ്, അപ്പോൾ രാജൻ്റെ മുടി വെട്ടി കഴിഞ്ഞു. രാജനിപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. മുടുക്കനായി. നമുക്ക് റേറ്റ് നോക്കാം. എത്ര പൈസ? നമുക്ക് വെർത്താണോ നോക്കാം. 150. അതങ്ങനെ 150 രൂപയാണ് മുടി വെട്ടുന്നതിന്. വില പേശാണ്. 110 കൊടുക്കുള്ളൂ. 40 20 ഉണ്ട്. പോരാ. അപ്പോൾ 130 രൂപയ്ക്ക് നമ്മൾ വില പേശി കായ്. 150 പറഞ്ഞു, നമ്മൾ 130 സെറ്റാക്കി. നമ്മളെ ബായിയാണ് ഇവിടുത്തെ. എല്ലാവരും ഇവിടെ വരിക വൈബാക്ക. അപ്പോൾ ബൈ. ഇതേക്കോട്ടാ നമുക്ക് നമ്മളുടെ മെക്കാനിക് പരമായിട്ട് നമ്മളെ വണ്ടി നമുക്ക് ഇവൻ്റെ ടാങ്കിൽ ഓട്ടം ഉണ്ടല്ലോ, നമുക്ക് റെഡിയാക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നമ്മളെ രാജൻ്റെ വണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ പണി. ഇതാ ടാങ്കാണത് കേട്ടോ. ടാങ്കിൻ്റെ അടിയിൽ ലീക്ക്. ഇത് ഉണങ്ങിയിട്ടില്ല ഗൈസ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് വണ്ടീൻ്റെ കോലം. നമ്മുടെ ഇത് മണിക്കുട്ടൻ. മണിക്കുട്ടൻ പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മളെ മണിക്കുട്ടനാണ് ഗൈസ്. അപ്പോൾ വണ്ടിയൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് പവറാക്കിയിട്ടുണ്ട്. നമുക്ക് വെള്ളൂർക്കാവിലേക്ക് പോയിട്ട് വരാം. അവിടെ പുതിയ പാലം വളഞ്ഞിട്ടുണ്ട്. നമ്മളെ ദാസപ്പൻ പാലം കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ പാലം കണ്ടിട്ട് സെറ്റാക്കാം. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പാലത്തിലെത്തിയിട്ടുണ്ട്. ഇതവിടെ ഇവരിവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നു വണ്ടീൻ്റെ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. പുതിയ പാലം 1 മാസം 2 മാസം കണ്ടായിട്ടുള്ളൂ. ഹൗ വാസ് ദ പാലം? താഴെ കുറേ പിള്ളേർ ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ട്. നൈസാണ് കേട്ടോ. അവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറേ പിള്ളേരൊക്കെ ഇവിടെ വന്നിരിക്കുക, ചില്ല് ചെയ്യുക, വൈബടിക്കുക. ഇതൊക്കെ തന്നെ. ഇവരെന്താ കാണിക്കുന്നത്? വേറെ സൂത്രം കാണിച്ചു തരാൻ പറഞ്ഞാൽ ഇതാ പുതിയ ഡിസൈനാണ് കേട്ടോ. ഇതേതാ ടയർ? അപ്പോളോ
അപ്പോളോ ആൽഫ H1 സൂപ്പർ സാധനം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതാ പുതിയ 14 Pro എടുത്തിട്ട് കളി തന്നെ കളിയോ കളി. ഓ നോക്കട്ടെ ഇല്ലേ കളി. നൈസ് ഗൈസ്. എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു 250 അത് വിറ്റു. ഓ രാജപ്പൻ സിനിമയിലെടുത്താലോ നിന്നെ എൻ്റെ മോനെ. ഓ റിസ്കി ഷോട്ട്സ് ആയിട്ടോ എടുക്കുക. അതാ വളരെ റിസ്കി ആയിട്ടാണ് എടുക്കുക. ഓ എമ്മാതിരി ഷോട്ടാണ് ഇവരെടുക്കുന്നത്. ഇതൊരു മനസ്സിലാന്ന് തോന്നുന്നു കേട്ടോ. ഒരാൾ ഫോട്ടോ ഒരാൾ വീഡിയോ. ഇത് ഈ തെങ്ങ് നമുക്ക് തേങ്ങയൊക്കെ പറിക്കാന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ താഴത്തെ ഇതാരെ തെങ്ങാന്നറിയില്ല. താഴെ കാണിച്ചു തരാം. ഓ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാം കേട്ടോ. വേണമെങ്കിൽ ഇതിലെ ഈ തെങ്ങിന്ന് താഴേക്ക് ഇറങ്ങാം. ഇതാ കരിക്ക് ആയിട്ടില്ല, കുറച്ചുകൂടി സമയമെടുക്കും. ഇവിടെ നെല്ല് കൊയ്ത് പോയി, ഇല്ലെങ്കിൽ നല്ല പച്ച വിരിച്ച സെറ്റപ്പായിരുന്നു കാണാൻ. നല്ല ഭംഗിയായിരുന്നു. ഇതെങ്ങനെയുണ്ട് വ്യൂ? നല്ല രസമല്ലേ കാണാൻ? തെങ്ങിൻ്റെ ഇടയിൽ കൂടി സൂര്യപ്രകാശം നല്ല അടിപൊളിയായിട്ട് കാണാം. നല്ല പീസാണ്, നല്ല കാറ്റുണ്ട് ഇവിടെ. കഴിച്ചപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചായ കുടിക്കാൻ വേണ്ടി വെള്ളൂർക്കാവിൽ വന്നതാണ്. എടുത്ത വീഡിയോസൊക്കെ ഷെയറിങ് ആണ്. ഉഫ് ഇന്ന് ഇൻസ്റ്റ കത്തിക്കുന്നു രാജൻ. പുതിയ ഫോണിൽ എയർ ഡ്രോപ്പാ ഞെക്കി പിടിച്ചിട്ട് എയർ ഡ്രോപ്പിലേക്ക് കാണിക്ക് ഫോൺ കാണിക്ക്. സെലക്ട് ചെയ്തു എല്ലാം സെലക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് എയർ ഡ്രോപ്പ്. അതാ മേലെ സെലക്ട് എന്നിട്ട് എല്ലാം സെലക്ട് ചെയ്യും. ഇനി അതാ ഷെയറിൻ്റെ താഴെ അതാ ഫസ്റ്റ് എയർ ഡ്രോപ്പ്. താഴേതാ എടുക്കാം. ചായ വന്നു ഗായ്സ്. പക്കോടയില്ലേ? ഒരു പക്കോട. പക്ഷപ്പോൾ നല്ല എന്ത് വന്നിട്ടുണ്ട്? പക്കോട വന്നിട്ടുണ്ട്. ഞാനും തന്നട്ടെ. ഫോൺ എല്ലാം കൂടി പിടിക്കൽ ടാസ്ക് ആട്ടോ. കിടിലം പക്കോട അല്ലേ? ഇടില സാധനം. അപ്പോൾ ചായ കൊടുത്ത് 40 ഞാൻ കൊടുത്തു. 59 എന്തിനാ അയക്കുന്നത്? 3 ചായൻ്റെ പൈസ അല്ലേ ഉള്ളൂ മണ്ട. 3 ചായക്ക് എത്രയാ? എടാ പക്കോടേൻ്റെ പൈസ ഞാൻ കൊടുത്തു. 30 60 ഞാൻ 60 അല്ല 40 ഇട്ടു. 20 കൈ തന്നില്ലേ? പക്കോടേൻ്റെ പൈസ കഴിഞ്ഞു. നീ അതിൽ ചായയുടെ പൈസ കൊടുക്കും. ഒരു ചായക്ക് എത്രയാ? 13. എൻ്റെ രാജപ്പാ. ഇപ്പോൾ ചായ കൂടി കഴിഞ്ഞ് നമ്മൾ മെല്ലെ തെറിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ വീഡിയോ ആണ്. ഇനി വരും ദിവസങ്ങളിൽ അടിപൊളി വീഡിയോ എല്ലാം കാണാം. ബൈ ഗായ്സ്, ബൈ.